അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 44-ാം പേജ്. വലൗ ലഹറ പ്രത്യക്ഷപ്പെട്ടാൽ ഫി ഇദ്ദത്തി അഖ്റായിൻ ഔ അശ്ഹുരിൻ 3 കുറുകളെ കൊണ്ടോ അല്ലെങ്കിൽ 3 മാസങ്ങളെ കൊണ്ടൊക്കെ ഇദ്ദിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ഹംലുല്ലി സൗജി ഗർഭമുണ്ട്, ലിസൂജി ഭർത്താവിൻ്റെ ഗർഭമുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടാൽ യുത്തദ്ദത്ത് അവൾ ഇരിക്കണം വധുഹി ആ ഗർഭത്തിനെ പ്രസവിക്കലുമുണ്ട്. പല വ്യക്തി പറഞ്ഞാൽ അവിടെ കണക്കിലെടുക്കൂല. ബിമാം അള്ളാമിൽ അക്രായി കുറുകളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് 2 കുറു കഴിക്കണ്, അപ്പോഴാണ് ഗർഭം ബോധ്യപ്പെട്ടത്. 2 കുറു കഴിഞ്ഞിക്കണല്ലോ എന്ന് അതിന് കൂട്ടൂല. ഇനി ഗർഭത്തിനെ പ്രസവിക്കുന്നത് വേണം. അവിൽ അശ്വരി അതല്ലെങ്കിൽ 2 മാസം 2.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അതൊന്നും പ്രമാണമല്ല. ഇനി ഗർഭം ബോധ്യപ്പെട്ടുകൊണ്ട് ഇനി പ്രസവിക്കുന്നത് വേണം. എന്താ പ്രസവിച്ചെങ്കിലേ നടക്കുമെന്ന് അറിയാൻ കാരണം വജൂദിൽ ഹംദി അവിടെ ഗർഭം ഉണ്ടായിപ്പോയി. ഗർഭമുള്ളവരുടെ ഗർഭത്തിനെ പ്രസവിക്കലും ഉണ്ടാണല്ലോ. അപ്പോൾ അവിടെ 1.5 മാസം കഴിഞ്ഞിക്കണല്ലോ, 2 കുറു കഴിഞ്ഞിക്കണല്ലോ എന്ന് രീതിയിൽ നടക്കൂല എന്നർത്ഥം. വലിയ വിർത്താപത്ത് ഇനി ഇദ്ദിരിക്കുന്ന പെണ്ണിനിക്ക് ഞാൻ ഇപ്പോൾ ഗർഭിണിയാണോ എന്ന് സംശയം. ഫീഹ എന്ന് പറഞ്ഞാൽ ആ ഇദ്ദൻ്റെ ഇടയിൽ വെച്ച് ഈ ഫില്ലിദ്ദത്തിൽ മദ്കൂറത്തി മേൽ പറയപ്പെട്ട കുറുകളെ കൊണ്ടോ അതേ മാസങ്ങളെ കൊണ്ടോ ഇദ്ദിരിക്കുകയാണ്. ആ ഇദ്ദിരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം ഗർഭിണിയാണോ എന്നൊരു ഡൗട്ട് അവൾക്ക്. നേരത്തെ പറഞ്ഞാൽ ഗർഭിണിയാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുന്നായിരുന്നു. അത് ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷെ അവൾക്ക് സംശയം. ആ എന്തൊക്കെ സംശയം ഉണ്ടാകാൻ കാരണം ലിസിക്കലിൻ വയറിനൊരു ഭാരം വരുന്നുണ്ട്, ഹർക്കത്തിൻ അതുപോലെ വയറ്റുന്നൊരു ചലനമുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന സിക്കലും ഹർക്കത്തുമാണ് തജിദുഹുമ. അത് രണ്ടിനെയും ഈ പെണ്ണ് ഇദ്ദിരിക്കുന്ന പെണ്ണ് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം, ഈ ഭാരം അല്ലെങ്കിൽ ഈ വയറ്റുന്നുള്ള ചലനം കുട്ടിയുണ്ടായിട്ടാണോ എന്ന്. എന്നാൽ ലം തങ്കിഹ് അങ്ങനെ സംശയം വന്നാൽ അവൾ വിവാഹിതയാകരുത്. ആഹറ ഈ തലാഖ് ജില്ലിയ ഭർത്താവല്ലാത്ത വേറെ ഭർത്താവിനേക്ക് മങ്ങിലാകരുത്. വയത്തമാമിഹ ആ കുറുകളെ കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ ഇദ്ദിരിക്കാനല്ല, ഇദ്ദ തീർന്നാൽ അവൾ മങ്ങിലാകരുത്. ഏതുവരെ വിവാഹിതയാകരുത്? അത്താത്തസൂല ദീപത്തു അവളുടെ ആ സംശയം നീങ്ങിയിട്ട് ഗർഭിണിയല്ല എന്ന് ഉറപ്പാകുന്നവരെ. ഫൈൻ നക്കഹത്ത് അങ്ങനെ സംശയമുള്ളപ്പം അവൾ ഗർഭിണി ഉണ്ടോ എന്ന് സംശയം, ഇദ്ദ തീർന്നിട്ടുണ്ട്, മാസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ കുറുകളെ കൊണ്ടുള്ള ഇദ്ദ കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ എപ്പോഴും സംശയമുണ്ട്. അന്നൽക്ക് മങ്ങിലായാലോ ഫൻ നിക്കാഹു ആ നിക്കാഹ് ആകുന്നത് ബാത്തിലാണ്. എന്തേ ബാത്തിലാൻ കാരണം ഇത്ര ഇവിടെ ഇടയാട്ടം സംശയമുള്ളതിന് വേണ്ടി പിങ്കലായിൽ ഇദ്ദ കഴിഞ്ഞു എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ആ നിക്കാഹ് ശരിയല്ല. ഇപ്പം പറഞ്ഞത് ഇദ്ദൻ്റെ ഇടയ്ക്ക് വെച്ച് മാസങ്ങളെ കൊണ്ടോ അല്ലെ കുറുകളെ കൊണ്ടോ ഇദ്ദിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംശയം വന്നെങ്കിലായിരുന്നു. ഇനി അതല്ല അത് ബഅദഹ, ഇനിയൊക്കെ സംശയം വന്നത് ബഅദഹ ഇദ്ദ കഴിഞ്ഞാലാണ്. ആ ഇർത്താബത്ത് ഈ പെണ്ണ് ഗർഭിണിയാണോ എന്നൊക്കെ സംശയമായി. ബഅദൽ ഇദ്ദത്തി മാസങ്ങളെ കൊണ്ടോ കുറുകളെ കൊണ്ടോ ഇദ്ദ തീർന്നതിൻ്റെ ശേഷമാണ് നമുക്ക് സംശയമെങ്കിൽ ബഅദ നിക്കാഹിൻ്റെ ആഖറ വേറെ ഭർത്താവിനായിട്ട് വിവാഹിതയായിട്ടുമില്ല, ആ ഇടയിൽ വെച്ചാണ് സംശയം വന്നതെങ്കിൽ ഇസ്തഖറ നിക്കാഹു ബഅദ അല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം സംശയിച്ചു ബഅദ നിക്കാഹിൻ്റെ ആഖറ വേറെ നിക്കാഹ് ആയിട്ടുമുണ്ട്, അവൻ വേറൊരു ഭർത്താവിന് വിവാഹിതയായിക്കണ്, മറ്റേ കുറുകളെ കൊണ്ടോ മറ്റൊക്കെ ഉള്ള ഇദ്ദ കുറു കൊണ്ടോ മാസം കൊണ്ടോ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയായത് വിവാഹിതയായത്. അങ്ങനെ വിവാഹിതമായതിൻ്റെ ശേഷം പിന്നൊരു സംശയം, ഞാൻ ഇപ്പം വയറ്റ് കൂട്ടിയിട്ടുണ്ടോ എന്ന്. എന്നാൽ ഇസ്തഖറ നിക്കാഹു ഈ 2ാം നിക്കാഹ് ഉണ്ടല്ലോ പിന്നെ നടത്തിയ ആ നിക്കാഹിനൊക്കെ പ്രശ്നമൊന്നുമില്ല, ആ നിക്കാഹ് മുന്നോട്ട് പോകും. എന്തേ അത് മുസ്തഖിറാൻ കാരണം ലിങ്കിലായിൽ ഇദ്ദത്തി നേരത്തെ ഇദ്ദ തീർന്നല്ലോ. ഫിൽ ലാഹിരി 3 മാസം അല്ലെങ്കിൽ 3 കുറവ് കഴിഞ്ഞാൽ ഇദ്ദ തീരല്ലോ കൊണ്ട്. മാത്രമല്ല തഅല്ലുക്കി ഹഖി സൗജിസാനി 2ാമത്തെ വിവാഹം ചെയ്തായിരിക്കുന്ന ഭർത്താവിൻ്റെ ഹക്ക് ബന്ധപ്പെടുകയും ചെയ്തു പോയി, അതുകൊണ്ട് ആ നിക്കാഹ് മുന്നോട്ട് പോകും. എപ്പോഴാണ് മുന്നോട്ട് പോവുക? ഇല്ലായിൻ തെലിത അങ്ങനെ മാസങ്ങളെ കൊണ്ടോ കുറുകളെ കൊണ്ടോ ഇദ്ദ കഴിഞ്ഞു, വേറെ ആൾക്ക് നിക്കാഹുമായി. ആ പെണ്ണ് 2ാം ഭർത്താവിനേക്ക് വേറൊരു ഭർത്താവിന് നിക്കാഹായിരിക്കുന്ന ആ പെണ്ണ് പ്രസവിച്ചാലിരിക്കെ ഇദൂനി സിത്തത്തി അശ്രിൻ മിൻ അഖദിഹി 2ാം ഭർത്താവിൻ്റെ അഖദ് മുതൽക്ക് 6 മാസത്തിൻ്റെ കുറഞ്ഞ സമയത്ത് പ്രസവിച്ചാലിരിക്കെ. അങ്ങനെ പ്രസവിച്ചാലോ ഫയതബയ്യന ഉത്തരാനുഹു അപ്പാടെ ഈ നിക്കാഹ് ബാത്തിലാണെന്നുള്ള കാര്യം ബോധ്യപ്പെടും. ഈ 2ാം ഭർത്താവിന് നിക്കാഹ് ചെയ്തത് ബാത്തിലാണെന്ന് ബോധ്യപ്പെടും. വലതു ഈ പ്രസവിക്കപ്പെട്ട കുട്ടിയോ അതിൽ അവർ നേരത്തെ തലാഖില്ലായിരിക്കുന്ന ഭർത്താവിനേക്കുള്ളതാകുകയും ചെയ്യും.
ഇപ്പം 6 മാസത്തിനുള്ളിൽ പ്രസവിച്ചെങ്കിലാ. ഇനി ബിഖിലാഫി മായിദ വലദത്ത് ലിസിത്തത്തി അശ്വരിൻ ഫാക്സറ. ഇനി അതല്ല, ഇവൾ പ്രസവിച്ചത് രണ്ടാം ഭർത്താവ് വിവാഹം ചെയ്തിട്ട് 6 മാസമോ അല്ല അതിനേക്കാൾ കൂടുതലോ ആയതിൻ്റെ ശേഷമാണ് പ്രസവിച്ചതെങ്കിലോ ഫൽ വലതുലിസാനി. എന്നാൽ ആ സന്താനം അത് രണ്ടാം ഭർത്താവിനൊക്കെ ഉള്ളതാണ്. കാരണം ഹംലിൻ്റെ ടൈം ആയല്ലോ, 6 മാസമായല്ലോ. ഔ ബാദഹ. ഇനി ഇവക്ക് ഞാനിപ്പോൾ ഗർഭിണിയാണോ സംശയം വന്നത് കബല നിക്കാഹിൻ്റെ ആഹറ, വേറൊരുത്തന് വിവാഹമാകുന്നതിന് മുമ്പാണ്. അപ്പോൾ മാസങ്ങളെ കൊണ്ടോ കുറുകളെ കൊണ്ടോ തീർന്നിക്കണ്, വേറെ ആൾക്ക് മങ്ങിലായിട്ടുമില്ല. ആ ടൈമിലാണ് എൻ്റെ വയറ്റ് കുഞ്ഞുണ്ടോ എന്നൊരു സംശയമൊക്കെ വന്നതെങ്കിൽ ഫൽ തസ്ബിർ അനി നിക്കാഹി. എന്നാൽ വേറൊരാൾക്ക് നിക്കാഹ് കഴിക്കുന്ന തൊട്ട് അവിടെ സബൂർ എടുക്കട്ടെ, വിവാഹം കഴിക്കാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ നിർബന്ധമല്ല, സുന്നത്താണ്. ഞാനിപ്പം വിവാഹം ചെയ്യാതിരിക്കൽ. എന്തിനാണ് നിങ്ങൾ സബൂർ എടുക്കുന്നത്? ഈ തസൂല ദീപത്തുകളുടെ സംശയം നീങ്ങാൻ വേണ്ടി, വയറ്റ് കുഞ്ഞില്ല എന്നുള്ള കാര്യം ഉറപ്പുവരാൻ വേണ്ടി അവൾ സബൂർ എടുക്കട്ടെ. അപ്പം അങ്ങനെ സബൂർ എടുക്കൽ സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മേലത്തെ പേര് ഫൈൻ നക്കഹത്ത് എന്ന് എനിക്ക് ഓള് നിക്കാഹായി. ഓള് സബൂറൊന്നും എടുത്തില്ല, ഓൾ തീർന്നിക്കണല്ലോ. നല്ല സംശയത്തോടെ വിവാഹം ചെയ്താലോ കപില സവാരിയ, സംശയം നീങ്ങുന്നതിന് മുമ്പായിട്ട് അവൾ വേറൊരാൾക്ക് വിവാഹിതയായാൽ ഫൽ മദ്ഹബുൽ മൻസൂസു, എന്നാൽ നസ്സാക്കപ്പെട്ടതായിരിക്കുന്ന മദ്ഹബാകുന്നത് അതമു ഇബുത്താലിഹി, ആ രണ്ടാമത് അടുത്ത നിക്കാഹിനെ ബാത്തിലാക്കൂല എന്നാണ് ഫിൽഹാരി. ഇപ്പം എന്ന് പറഞ്ഞാൽ ബാത്തിലാക്കലിനെ തേടുന്ന കാര്യമൊന്നും അറിയപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഇപ്പം തന്നെ ബാത്തിലൊന്നും വിധിക്കൂല. എന്ത് നമ്മൾ ബാത്തിലാക്കാണ്ട് കാണി അന്ന ഹക്കംന, കാരണം നമ്മൾ വിധിച്ചിരുന്നു ബിങ്കുള്ളായിൽ ഇദ്ദ തീർന്നു എന്നൊക്കെയുള്ളതിൽ ലാഹിറിൽ ഇദ്ദ തീർന്നു. കാരണം 3 മാസമായല്ലോ, അല്ലെങ്കിൽ 3 കുറു കഴിഞ്ഞു, അതുകൊണ്ട് ഇദ്ദ കഴിഞ്ഞാൽ നമ്മൾ വിധിച്ചിരുന്നു. വലാ നംഖുൽ ഹുക്മ, ഒരു വിധി നമ്മൾ പൊളിക്കൂല ബി മുജറദി ശക്കി, വെറും ഒരു സംശയം കുഞ്ഞുണ്ടോ എന്നപ്പോൾ സംശയമല്ലേ ഉള്ളൂ വയറ്റിൽ, അതുകൊണ്ട് നമ്മൾ പൊളിക്കൂല. മറിച്ച് എന്താ ചെയ്യുക? ബന്നഖിദ്, ഇപ്പം തൽക്കാലം നമ്മൾ അവിടെ നിർത്തും, ഒരു വിധിയും പറയൂല. മറിച്ചിട്ടോ ഫൈൻ ഉരിമ മുക്തലിഹി, ഫൈൻ ഉരിമ അറിയപ്പെട്ടാൽ മുക്തലിഹി, ആ നിക്കാഹിനെ ബാത്തിലാക്കലിനെ തേടുന്ന കാര്യമുണ്ട് എന്നറിയപ്പെട്ടാൽ, ഈ മുക്തലി ഇബ്താലി, ഇപ്പം ഹീൻ്റെ തമീർ ഇബ്താലിലേക്കാണ്. ബാത്തിലാക്കലിനെ തേടുന്ന കാര്യമുണ്ടെന്ന് അറിയപ്പെട്ടു. എങ്ങനെ അറിയപ്പെടല്? ബിയം വലത്തോടെ പ്രസവിക്കലുമുണ്ട്. ഈ ദൂനി സിത്തത്തി അശ്വിൻ മിൻഹു, ഈ ദൂനി സിത്തത്തി അശ്വിൻ 6 മാസത്തിൻ്റെ ഉള്ളിൽ, മിൻഹു ഈ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള പെറ്റ്. അപ്പോൾ ഉറപ്പല്ലത് പിന്നെ നേരത്തെ ഭർത്താവിൻ്റെ ആണെന്ന്. എന്നാൽ അബുത്തല്ലാവിനക്കാനെ കുറിച്ച് നമ്മൾ ബാത്തിലെന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ഇല്ല, അല്ല 6 മാസത്തിനുള്ളിലുള്ള പെറ്റിട്ടില്ല, 6 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പെറ്റത്, എന്നാൽ ഫലാനുബത്തിൽ അണിക്കാൻ നമ്മൾ ബാത്തിലാക്കുകയുമില്ല എന്നതാണ് മദ്ഹബ്. ഒത്തരീഖുസാനി, എന്നാൽ മദ്ഹബിൻ്റെ മറുഭാഗത്തിൽ 2ാം തരീഖാകുന്നത് ഫീ ഇബ്താലിഹി, ആ നിക്കാഹിനെ അഥവാ പിന്നെ ഇദ്ദ കഴിഞ്ഞിക്കണ മാസം കൊണ്ടോ കുറുകൊണ്ടോ കൊണ്ടല്ലേ, പിന്നെ ഒക്കെ സംശയം വന്ന് ഏറ്റവും കുഞ്ഞുണ്ടോ ആ ടൈമിൽ നടത്തിയ നിക്കാഹുണ്ടല്ലോ, അതിനെ ബാത്തിലാക്കുന്നതിൽ ഉണ്ട് എന്നാണ് കൗലാനി. 2 കൗലുണ്ട് എന്നാണ്. എന്തേ 2 കൗലുണ്ടാകാൻ കാരണം? ഇത്തറദ്ദി ഫിന്തിഫായിൽ മാനി, നിക്കാഹിനെ വിലങ്ങുന്ന കാര്യം ഇല്ല എന്നതിൽ ഇടയാട്ടുള്ളതിന് വേണ്ടി. ഫിൽഹാരി ഇപ്പോൾ ഇടയാടുണ്ട്. എന്നാൽ ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇംബാനന്തിഫാവു, അങ്ങനത്തെ മാനിയൊന്നും ഇല്ല, നിക്കാഹിനെ തടയുന്ന കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടാലും ശരി, പിന്നെ ബോധ്യപ്പെട്ട് ഗർഭമില്ലാന്ന്, അപ്പോൾ മാനിയില്ലല്ലോ. എന്നാലും 2 കൗലുണ്ടാകാൻ കാരണം ബിനാൻ എടുത്തിട്ടല്ല കൗലിനി, 2 കൗലിൻ്റെ മേലെടുത്തിട്ട് 2 കൗല് ഫീമൻ, ഒരു സയ്യിദിൻ്റെ വിഷയത്തിലുള്ള അങ്ങനെ അല്ല, ഒരു വ്യക്തിയുടെ വിഷയത്തിൽ 2 കൗല്. അങ്ങനത്തെ വ്യക്തിയാണ് അയാൾ വിറ്റു മാല മുവരിസി, അയാൾക്ക് ഇറസ് കൊടുക്കുന്ന അയാളുടെ വാപ്പൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ ഒക്കെ സ്വത്തെടുത്ത് വിറ്റു. അലാ ദന്നി ഹയാത്തിഹി, ആ ഇറസ് കൊടുക്കുന്നതായിരിക്കുന്ന വാപ്പ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഇപ്പോഴും ഹയാത്തുണ്ട് എന്ന നിലയ്ക്ക് ആൾ വിറ്റു. അപ്പം വിൽപ്പന ശരിയല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ബാലമയ്യത്ത, പിന്നീട് മനസ്സിലായി ഈ വിൽക്കുന്നതിന് മുമ്പ് തന്നെ ആ മുവരിസ് മരിച്ചിരുന്നു, സ്വത്തിൻ്റെ അർഹനാണ്, ഒക്കെ ജായിസാണെന്നുള്ള കാര്യം പിന്നെ ബോധ്യപ്പെട്ടു. എന്നാൽ അവിടുത്തെ 2 കൗലുമലെടുത്തിട്ട് ഇവിടെയും 2 കൗലുണ്ട്. അപ്പോൾ അലുഹറുമ എന്ന അവിടുത്തെ 2 കൗല്, അഥവാ അങ്ങനെ വിറ്റെടുത്തുള്ളതായിരിക്കുന്ന 2 കൗലിൽ അലുഹർ അസ്ഹത്തു സഹിയാകുമെന്നായിരുന്നു. കമാ തക്കദ്ദമി ബാബി, ബൈൻ്റെ ബാബിൽ 2-ാം വാള്യം 165-ാം പേജിലേക്ക് കഴിഞ്ഞ് പോയതുപോലെ. അപ്പോൾ അതിൻ്റെ മേലെടുക്കുമ്പോൾ ഇവിടെ അങ്ങനെ വരും, ഇവിടെ ഈ നിക്കാഹ് സഹിയാണെന്നാണ് ബലപ്പെട്ടെന്ന് വരും. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന അൽ ഖുർആൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.